ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അക്കാമ മറിയാമ്മയോട് പറയാണ്, ചിരിക്കാൻ എനിക്ക് നന്നായി അറിയാം, പക്ഷേ ചിരിക്കാൻ എനിക്കൊപ്പം നിൽക്കുന്നവർക്ക് മാത്രം, അല്ലാത്തവരോടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയമാണ് മഹിമ പോലീസുകാരുടെ കൂടെ കയറി വരുന്നത് അക്കാമ കാണുന്നത്. അങ്ങനെ അക്കാമ പോലീസ് കോൺസ്റ്റബിളിനോട് പറയണം, പോലീസുകാരോട് പറയണേ, നിങ്ങൾ പോയിക്കോളൂ, ഇവിടെ നിൽക്കട്ടെ, പുതിയ അതിഥിയല്ലേ, എനിക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെടണമെന്ന് പറയുമ്പോൾ പോലീസുകാർ അവിടെ നിന്നും പോകുന്നു കേട്ടോ. അക്കാമ്മ മാത്രം അവിടെ നിൽക്കുന്നു. അക്കാമ്മ അവിടുത്തെ ജയിൽ പുള്ളിയാണ് കേട്ടോ മറ്റുള്ളവരും. എന്നിട്ട് അക്കാമ്മ ചോദിക്കുകയാണ്, അല്ല നിൻ്റെ പേര് എന്താണ് മഹിമ? എന്താ നീ ചെയ്ത കുറ്റം? എന്ത് തെറ്റാണ് നീ ചെയ്തത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാതെ നീ വെറുതെ ഇങ്ങോട്ടേക്ക് വരുന്നില്ലല്ലോ, നീ പറയുമെന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ നിങ്ങളോട് പറയണമെന്നുണ്ടോ? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞാൽ മതി. ഞാനിവിടുത്തെ അക്കാമ്മയാണ്, ആരാണെങ്കിലും എന്നെ സംബന്ധിക്കുന്നത് പ്രശ്നമല്ല, കാര്യമല്ല എന്ന് പറയണിട്ടോ. എന്നിട്ട് അപ്പം അറിയാമോ പറയണേ, നീ ആരോടാടി സംസാരിക്കുന്ന? അക്കാമ്മയാണ്, അക്കാമ്മയോട് നീ സംസാരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അക്കാമ്മ പറയണേ, മിണ്ടാതിരിക്കുക മറിയാമ്മേ, അവൾ പറഞ്ഞോട്ടെ, നീ ചെയ്ത തെറ്റെന്ത്? കൊലക്കുറ്റം. മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും നീ കൊലക്കുറ്റം ചെയ്തു എന്നോ? അതും ഈ നരുന്ത് നീയോ? നീ കൊലക്കുറ്റം ചെയ്യാനൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടാ. അത് കേൾക്കുന്ന ഉടനെ മഹിമ പറയണം, ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാത്ത എന്നെ നിങ്ങൾ കൊലക്കുറ്റം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്നും പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്നും പോകുമ്പോൾ അക്കാമ്മ ഒരു ചെറിയ പിഞ്ചുരിയോടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അക്കാമ്മ ആരാണെന്ന് ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ. ഇതേ സമയം അറിയാമോ വന്നിട്ട് പറയാണ്, നീ എന്താ അക്കാമ്മേ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? അവൾ ഇങ്ങനെയൊക്കെ തൻ്റെ അടുത്തോടു കൂടി അക്കാമ്മയോട് സംസാരിക്കാനുള്ള അവളുടെ ധൈര്യം ഉണ്ടല്ലോ, അത് പറയാൻ വയ്യ. ചില കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞേക്കും അറിയാമേ, ചിലതൊക്കെ മിണ്ടാതിരിക്കാം. ഇനി അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം, എന്നിട്ടാവാം അവൾക്ക് ഇട്ടിട്ട് പണി കൊടുക്കേണ്ടത് എന്ന് അക്കാമ്മ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം അക്കാമ്മ ആ ഒരു ഇവിടെ പോലീസ് ജയിൽ പുള്ളിയാണെന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ ഇവരൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. എന്നാൽ ഈ സമയം അക്കാമ്മ ഇങ്ങനെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ മഹിമ ലൈനിൽ നിൽക്കുന്നുണ്ട്. ആ സമയം മറിയാമ്മ വന്നിട്ട് പറയാണ്, അക്കാമ്മ ചോറ് എടുക്കണ്ടേ, ഞാൻ എടുത്തു കൊണ്ടുവരാം. അത് കേട്ടോടെ തന്നെ, ഇതെന്താ നീ പതിവില്ലാത്തൊരു പറച്ചിൽ? ഞാൻ സാധാരണ ലൈനിൽ നിന്നിട്ട് തന്നെയല്ലേ ചോറ് മേടിക്കാറ്, അതൊന്നും വേണ്ട അക്കാമ്മ ലൈനിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. അതൊരു കുറച്ചിലാണ്. അക്കാമ്മ ആ സൈഡിലോട്ട് നിൽക്ക്. അത് കേട്ടോടെ തന്നെ, ഏയ് വേണ്ട, ഞാൻ പോയി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അക്കാമ്മ വീണ്ടും പോകുമ്പോൾ ശരി എന്ന ഭാവത്തിൽ അക്കാമ്മ അങ്ങനെ അവിടെ കൈകുത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയം മറിയാമ്മ എന്ത് ചെയ്യുന്നു, ഓടി വന്നിട്ട്, അതായത് സഞ്ജയ് ആക്കിയ ആ ആളുണ്ടല്ലോ, അവർ ഓടി വന്നിട്ട് ലൈനിൽ നിൽക്കാതെ ചോറ് വാങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ മഹിമ പറയണേ, നിങ്ങളെങ്ങോട്ടാണ് ഈ തിരക്ക് പിടിച്ച് പോകുന്നത്? എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് പോ. അത് കേട്ടുടനെ അക്കാമക്ക് ചോറ് എടുക്കാൻ, ഏത് VIP ചോറ് എടുക്കാനാണെങ്കിലും ഏത് ഒരുത്തിക്ക് ചോറ് എടുക്കാനാണെങ്കിലും ലൈനിൽ നിൽക്കുക, ഞങ്ങളെ പൊട്ടന്മാരാക്കി നിങ്ങളങ്ങനെ ചോറ് എടുക്കേണ്ട എന്ന് പറയുമ്പോൾ അത് പറയാൻ നീ ആരടി എന്ന് പറഞ്ഞിട്ട് മറിയാമ്മ കടന്നു പോകുമ്പോഴേക്കും മഹിമ എന്ത് ചെയ്യുന്നു, കാല് വെച്ചിട്ട് അവളെ വീഴ്ത്തിയിടണം കേട്ടോ. അത് കാണുന്ന അക്കാമ പോലും ഞെട്ടിപ്പോവാണ്. ഇതേ സമയം എടി നീ എന്നെ കാല് വെച്ച് വീഴ്ത്തുവോടി എന്ന് പറഞ്ഞിട്ട് മറിയാമ്മ എന്ത് ചെയ്യുന്നു, മഹിമയെ അടിക്കാൻ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഹിമ കൈകൊണ്ട് തടഞ്ഞിട്ട് ഒരൊറ്റ ഒന്ന് കരണക്കുറ്റി നോക്കി ഈ മറിയാമ്മയുടെ മുഖത്തടിക്കുന്നുണ്ട് കേട്ടോ. അത് കാണുന്നതിനോട് കൂടി മറിയാമ്മ കഴുത്തിനങ്ങ് പിടിക്കാണ്. ഇത് കണ്ട് അക്കാമ്മ നോക്കി നിൽക്കാണ്, പോലീസ് കോൺസ്റ്റബിളും ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇവർ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കഴുത്തിന് പിടിക്കുമ്പോഴാണ് സൂപ്രണ്ട് കയറി വരുന്നത്. സൂപ്രണ്ട് ഇത് കണ്ടിട്ട്, എന്താ ഇവിടെ നിങ്ങൾ ഇതൊക്കെ നോക്കി നിൽക്കുകയാണോ, പിടിച്ച് മാറ്റി വരെ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിടിച്ച് മാറ്റിയതിന് ശേഷം ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ, എന്താ ഈ കാണിക്കുന്നത്? അത് കേട്ടോടെ തന്നെ മഹിമ പറയാണ്, ഈ മറിയാമ്മയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി, ഈ സ്ത്രീ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നു. അത് കേട്ടോടെ തന്നെ, ഇവളാണെന്ന് എനിക്ക് തോന്നിയതാണ്, ഇവളെ ആ സെല്ലിൽ കൊണ്ടുപോയിടുക, അയ്യോ എന്നെ അങ്ങനെ ഇടല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾ അവിടെ തന്നെ കൊണ്ടുപോയിടുക, അവിടെ കിടന്നാലാണ് അവൾക്ക് ശിക്ഷ കിട്ടുള്ളൂ. ഞാൻ ഈ ചോറ് വാങ്ങിയത് അക്കാമക്കാണ് എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന മഹിമ പറയണം, ആർക്കാണെങ്കിലും ഞങ്ങളിവിടെ ലൈനിൽ നിൽക്കുമ്പോൾ ലൈന് തെറ്റിച്ച് വാങ്ങുന്നതിൽ പിന്നെ ഞങ്ങളൊക്കെ എന്താ പൊട്ടന്മാരോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ചോദ്യം കേൾക്കുമ്പോൾ സൂപ്രണ്ട് പറയണേ, ഇവളെന്തായാലും ശിക്ഷിക്കൊണ്ടോടത്ത് ശിക്ഷിച്ചാൽ തന്നെ ശരിയാവുള്ളൂ, ഇവളെ എല്ലായിടത്തും പ്രശ്നമാണ് മറിയാമ്മ, അവളെ കൊണ്ടുപോകുമെന്ന് പറയണേ. ഇതേ സമയം മഹിമ പറയണേ, ഇവളുമായി ഉടക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞതല്ലേ? അത് കേട്ട ഉടനെ തന്നെ, ഞാൻ ഉടക്കിയതല്ല, അവൾ എന്നേറ്റ് ഉടക്കാൻ വന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും സൂപ്രണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. സൂപ്രണ്ട് പറഞ്ഞത് പ്രകാരം തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്. ഇതേ സമയം സൂപ്രണ്ടിനോട് പറയണേ, ഇവർ മാത്രമല്ല വേറൊരുത്തിക്കുണ്ട് ഇതിൽ പ്രശ്നം, ആ നിൽക്കുന്ന ആൻറ്റി, അവരും കൂടി ഇതിന് പ്രശ്നമാണ്. ആരെ, അക്കാമയോ? അതെ, അക്കാമ തന്നെയാണ്. അത് കേട്ട ഉടനെ തന്നെ സൂപ്രണ്ട് പറയാണ്, എന്നോട് പറഞ്ഞത് പറഞ്ഞു, ഇനി മേലിൽ ആരോടും അക്കാമയെക്കുറിച്ച് കുറ്റം പറയരുത് കേട്ടോ, അത് പ്രശ്നമാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം മഹിമക്ക് അത് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഒരു ജയിൽ പുള്ളിയെ ഇങ്ങനെ സൂപ്രണ്ട് പറയുമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടെന്ന് മഹിമയും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു കേട്ടോ.
പിന്നീട് മഹിമ ഇനി മേലിൽ ആവർത്തിക്കരുത് എന്ന് സൂപ്രണ്ട് പറയണം. അക്കാമ ആരാണെന്ന് നിനക്ക് അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. പിന്നീടാണെങ്കിലോ തനിയെ നിന്ന് സൂപ്രണ്ട് ചിന്തിക്കുന്നുണ്ട്, അവളെ കാത്തുരക്ഷിക്കണേ അക്കാമയുടെ കൈകളിൽ നിന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത്. മഞ്ജു ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പ്രീതി വരികയാണ്. എന്നിട്ട് പ്രീതി വന്നിട്ട് പറയണേ, മഞ്ജു നീ ഇങ്ങനെ മഹിമയെ ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ, അതൊക്കെ ഇപ്പം നിൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. നീ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. എന്നാലും എൻ്റെ അനിയത്തി അവൾക്കുള്ള ശിക്ഷയല്ലേ കിട്ടിയത്. നിനക്ക് തോന്നുന്നുണ്ട് പ്രീതി നിൻ്റെ അച്ഛനെ അവളാണ് കൊന്നതെന്ന്? ഒരിക്കലും അവൾ കൊല്ലില്ല. അതിനുള്ള മനസ്സൊന്നും അവൾക്കില്ല, അതിനൊന്നും അവൾക്ക് കഴിയില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ തെളിവുകളെല്ലാം അവൾക്കെതിരെയാണെങ്കിലും കാലം അവളുടെ തെളിവ് അവൾക്കെതിരെയല്ല എന്നുള്ളത് കാണിക്കും. ഇവിടെ കൊലപാതകി ഒളിഞ്ഞിരിക്കുകയാണ്. അവനാണോ അവളാണോ എന്നറിയില്ല. അവരെ കണ്ടെത്തണമെന്നും പ്രീതി നിൻ്റെ അച്ഛനെ ഒരിക്കലും പീതാംബരനെ ഒരിക്കലും മഹിമ കൊല്ലില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ കൊലം ചെയ്തിട്ടും ഉള്ളിൽ പോയിട്ടും ഇവൾക്ക് ഇവളുടെ അനിയത്തിയോടുള്ള സ്നേഹം എന്നിങ്ങനെ പ്രീതി അവിടെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ആ സമയമാണ് അങ്ങോട്ടേക്ക് ഗിരി കയറി വരുന്നത്. അപ്പോൾ ഗിരി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഭാനുവതിയമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. മോനെ നീ മുകുന്ദനെ കണ്ടോ? മുകുന്ദനെ ഞാൻ കണ്ടു, പക്ഷെ അവനിപ്പോൾ പഴയ സ്നേഹമൊന്നും എന്നോടില്ല. അവൻ ഉടക്കുന്നു. അവൻ്റെ ഭാര്യ ജയിലിൽ പോയതിനും ഇതുപോലെ തന്നെ വേറെയുള്ള കാര്യത്തിലൊക്കെ അവനിപ്പോൾ എന്നോട് ദേഷ്യമായിരിക്കുന്നു. അത് കേൾക്കുന്ന ഭാനുവമ്മ പറയണേ, നീയും അവനും സഹോദരങ്ങളെ പോലെ ജീവിച്ചതാണ്. എൻ്റെ വയറ്റിൽ ജനിച്ചില്ലെങ്കിലും അവൻ എൻ്റെ മോനാണ്. അവനോട് പിണങ്ങുന്നത് എനിക്ക് സഹിക്കില്ല. അത് കേട്ട ഉടനെ അതെനിക്ക് തോന്നുന്നില്ല. കാരണം തെളിവുകളെല്ലാം അവൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭാര്യയാണല്ലോ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഇതിൻ്റെ പേരിലാണ് എന്നൊക്കെ പറയണം. അപ്പോൾ ഉടനെ തന്നെ ഭാനുമ്മ പറയുന്നുണ്ട്, എന്തിൻ്റെ പേരിലാണെങ്കിലും നീയും അവനും തമ്മിലുള്ള സ്നേഹം രണ്ടാമതും പിടിക്കണം. നിങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ മാറ്റണം എന്നൊക്കെയാണ് പറയാനിട്ടാ. അതിങ്ങനെ പറയുമ്പോൾ പ്രീതി ചിന്തിക്കുകയാണ്, ഈശ്വര ഈ മുകുന്ദൻ ഞാനും ഗിരിയും തമ്മിലുള്ള ബന്ധത്തെ എതിർക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ മുകുന്ദനും ഗിരിയും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല. അപ്പോഴേക്കും പ്രീതി അവിടെ പറയുകയാണ്. അത് മനസ്സിൽ ചിന്തിച്ചിട്ട് മുകുന്ദൻ അങ്ങനെ വാശിക്കാരനാണെങ്കിൽ ഒരിക്കലും അമ്മ ഗിരിയേട്ടനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടരുത്, അത് ചെയ്യുന്നത് തെറ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ ആദ്യം പറയുന്നത് എൻ്റെ മക്കൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം പ്രീതി പറയാണ്, എന്താണെങ്കിലും ഗിരിയേട്ടൻ ചെന്ന് തെറ്റ് പറഞ്ഞിട്ടും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ മുകുന്ദന് മഹിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പിണങ്ങുന്നത് എന്തിനാണ്? ഇവിടെ തെറ്റ് ചെയ്ത മഞ്ജു അല്ലേ തെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന ഭാനുമ്മക്ക് അതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഭാനുമ്മ പറയണേ, എന്തായാലും മഞ്ജു തന്നെയാണ് തെറ്റ് ചെയ്തത്. അവൾ ആദ്യം ഗിരിയെ കുടിക്കാൻ നോക്കി, പിന്നീട് മഹിമയ്ക്ക് വേണ്ടിയിട്ട് സത്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് ഗിരിയെ ജയിലിൽ കയറ്റി. ഇതൊക്കെ ചെയ്ത് മഞ്ജു തന്നെയാണ് എന്ന് പറയുമ്പോൾ മഞ്ജു കരയാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്നതിനോട് കൂടിയിട്ട് ഗിരി പറയണേ, നീ എത്ര കരഞ്ഞാലും ഇനി നിൻ്റെ അനിയത്തി നിന്നെ വിശ്വസിക്കില്ല, അതുപോലെ തന്നെ മുകുന്ദൻ എന്നെയും വിശ്വസിക്കില്ല. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, കരയൊന്നും വേണ്ട, നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ നീ ആലോചിക്കണം. അപ്പോൾ അവിടെ മഞ്ജു പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആരോടും ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ എന്നെ പറയുമ്പോൾ, എന്നിട്ടാണോടി എൻ്റെ മകനെ നീ തെളിവുകളെല്ലാം കയ്യിൽ കിട്ടിയിട്ടും നീ ജയിലിലോട്ട് പറഞ്ഞയച്ചതെന്ന് പറയുമ്പോൾ മഞ്ജുവിന് കരച്ചിൽ നിർത്താൻ കഴിയില്ല കേട്ടോ. ആ സമയം എല്ലാവരും മഞ്ജുവിൽ നിന്ന് പോകുമ്പോൾ പ്രീതി പറയണേ, നീ ആശ്വസിക്ക്, നിനക്ക് സമാധാനിപ്പിക്കാൻ എൻ്റെ അടുത്ത് വാക്കുകളില്ലെങ്കിലും കൂടി ഞാൻ പറയട്ടെ, നീ ജോലിയെ വല്ലാതെ സ്നേഹിച്ചു, ജോലിയും നഷ്ടമായി, അനിയത്തിയെ നീ അമ്മയെപ്പോലെ സ്നേഹിച്ചു, അനിയത്തിയും നഷ്ടമായി, ഭർത്താവിനെ പ്രാണനെ പോലെ സ്നേഹിച്ചു, ഭർത്താവ് നഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഞാൻ തിരിച്ചു പിടിക്കും, എൻ്റെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കുന്നു, ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ പ്രീതിക്ക് പേടിയാവാനിട്ട് അവൾ എന്തിനും ഒരുങ്ങിയിരിക്കുകയാണെന്ന് ആ ഒരു പേടിഭാവം കാണിക്കുന്നുണ്ട്. പിന്നീട് ഗോപാൽജിയുടെ കുടുംബത്തെ തന്നെയാണ് കാണിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പോൾ ഗോപാൽജി ഇങ്ങനെ വന്നിരുന്നിട്ട് പറയണത്, എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കും? എന്തായാലും നടക്കും, മറിയാമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇന്ന് മഹിമ എന്ന് പറയുന്നവൾ തീരുമെന്ന് പറയണ്ട. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി ശാലി പറയണേ, ഇത് കുഴപ്പങ്ങളാവോ? ഇല്ല, ഈ മറിയാമ്മ എന്ന് പറയുന്ന ചില്ലറക്കാരിയാവില്ല, ആദ്യം മോഷണത്തിൽ നിന്ന് പിന്നെ കൊലപാതകത്തിലോട്ട് അങ്ങനെ പലതും ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഈ മറിയാമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഇങ്ങനെ പേടിയോട് കൂടിയിട്ട് ഇരിക്കുന്നുണ്ട് സ്വപ്ന. അപ്പോൾ സ്വപ്ന, നിനക്ക് സന്തോഷമായില്ല, അവൾ ഇന്ന് എന്തായാലും മരണപ്പെടും, ഞാൻ എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ, മറിയാമ്മ ഇനി സത്യങ്ങൾ പറയുമോ എന്ന് ഇങ്ങനെ സ്വപ്ന ചോദിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ മറിയാമ്മ ഒരിക്കലും പറയില്ല, അവരെ പിടിക്കപ്പെടില്ല. അപ്പോൾ ഉടൻ തന്നെ ചാച്ചും പറയണം, അതുണ്ടാവില്ല, അവളുടെ തീർന്നല്ലോ. അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയണേ, എന്തായാലും പിടിക്കപ്പെട്ടാലും ഇങ്ങനെ ആയിരിക്കും ആരോപണം വരിക, അനിയത്തിയെ മനഃപൂർവ്വം കുടുക്കിയിരിക്കുന്ന മഞ്ജു അതുപോലെ തന്നെ ഗിരിയും കൂടിയിട്ട്, അപ്പോൾ ആ ഒരു മാനസിക മനോഭാവത്തിൽ തൂങ്ങിയതാണ് അല്ലെങ്കിൽ മരിച്ചതാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന ഗോപാൽജി, എങ്ങനെ പോയാലും ആ പിശാച് മരിക്കില്ല, അത് മതി, ആ പിശാചിനെ കൊണ്ടുള്ള ശല്യം തീരുന്നത് കൊണ്ട് തന്നെ നാളെ നീ റീത്ത് ഏൽപ്പിച്ചേക്കെന്നും പറയുന്നുണ്ട് കേട്ടോ.
എന്നാൽ ഈ സമയം സെല്ലിലിങ്ങനെ കിടക്കുകയാണ് എല്ലാവരും, അക്കാമയും മറിയാമ്മയും ഒക്കെ. അപ്പോൾ മറിയാമ്മക്ക് ശിക്ഷ കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ മറിയാമ്മയുടെ വേറൊരു ഒരാളുണ്ട്. അവർ വന്നിട്ട് പറയണേ, എന്തൊരു പീഡനമാണ് ആ സെല്ലിൽ, എനിക്ക് വയ്യ, തീരെ വയ്യ എന്നൊക്കെ. ഒരു നേരം കിടന്നപ്പോൾ തന്നെ ഇത്ര വയ്യാതായോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം മറിയാമ്മ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ. നിർമ്മലയോട് സംസാരിക്കായിരുന്നില്ല ആദ്യം തന്നെ നിങ്ങൾക്ക് എൻ്റെ അക്കാമയെ, എന്നാൽ എന്നെ കുറച്ച് നേരം പോലും ഇട്ടിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, അതിന് നീയല്ലേ തെറ്റ് ചെയ്തത്, നീ തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ കിട്ടണം. അതെന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അക്കാമക്ക് വേണ്ടിയിട്ടില്ല ചോറ് ഞാൻ മേടിക്കാൻ പോയത്, നീ എനിക്ക് വേണ്ടി ചോറ് മേടിക്കാൻ പോയി. പക്ഷേ ലൈനിൽ നിന്നിട്ടേ ചോറ് മേടിക്കാൻ പാടുള്ളൂ, ഒരിക്കലും ലൈന് തെറ്റിക്കാൻ പാടില്ല. അതിനുള്ള ശിക്ഷയാണ് നിനക്ക് ഞാൻ തന്നത്. അതുകൊണ്ടാണ് നിർമ്മലയോട് ഞാൻ സംസാരിക്കാൻ പോകാഞ്ഞത് എന്ന് പറയണിട്ടാ. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അക്കാമ ആകെ ഞെട്ടിപ്പോവാണ്. പിന്നീട് അക്കാമ അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഈ സമയം മറ്റുള്ളവരാണെങ്കിലോ ഒരിക്കലും എനിക്ക് നിങ്ങളോട് അക്കാമ പറയുന്നത് പോലെ ആ മഹിമയോട് എല്ലാം ക്ഷമിക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങൾ ഇന്ന് ജയിലിലാവാൻ കാരണം ഈ ഒരൊറ്റ ആണ്. കാരണം അവളുടെ അച്ഛനാണ് മാധവൻ കാരണമാണ് ഞങ്ങൾ ജയിലിലത്. എൻ്റെ ഭർത്താവിനെ ജയിലിൽ കയറ്റിയതും എൻ്റെ ഭർത്താവ് പിന്നീട് മരിച്ചതുമൊക്കെ ഈ സെല്ലിൽ വെച്ചാണ്. അതിന് കാരണക്കാരി മാധവനാണ്. മാധവൻ്റെ മകളാണെങ്കിൽ അവൾക്ക് 2 ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് 2 കൊടുത്താൽ മതിയോ? ആ 2 കൊടുത്താൽ മതി, അതോടുകൂടി പ്രതികാരം. എന്നാൽ ശരി, 2 കൊടുക്കാനേ പാടുള്ളൂ, എന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് അക്കാമ്മ അവരെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം മറിയാമ്മയാണെങ്കിൽ കയ്യിൽ കയറെടുത്തിട്ട് മഹിമയെ കൊല്ലാനുള്ള ഒരു തത്രപ്പാടിലായിരിക്കും. അങ്ങനെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇവരെല്ലാവരും കൂടി ആ സെല്ലിലോട്ട് മഹിമയുടെ അടുത്തോട്ട് ഇടിച്ച് കയറുന്നത്. എന്നിട്ട് മഹിമയെ എല്ലാവരും കൂടി ചുമരിൻ്റെ മൂലയിൽ കൊണ്ടുപോയിട്ടിട്ട് മഹിമ ഇങ്ങനെ കഴുത്ത് ഞെരിക്കുമ്പോൾ മഹിമ തിരിച്ച് പ്രതികരിക്കുകയാണ് കേട്ടോ. അതും അറിയാമ കാണണം, അയ്യോ എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണല്ലോ ഇവർ ചെയ്യുന്നത്. എന്തായാലും ഗോപാൽജിയോട് എനിക്ക് ഇനിയിപ്പോൾ അത് പറയണ്ട, ഞാൻ ചെയ്തു എന്നുള്ളത് തന്നെ പറയാം, പണം എനിക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ സമയം കാണാൻ മഹിമ തിരിച്ച് ഇവർക്ക് കൊടുക്കുമ്പോൾ അത് കണ്ടിട്ടാണ് കേട്ടോ അക്കാമ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പം അറിയാമോ, ഈശ്വര എനിക്ക് ദൈവാധീനം ഉള്ളത് കൊണ്ട് ഞാൻ ആദ്യം പോയില്ല, അവളുടെ കയ്യിൽ നിന്ന് എനിക്കിതുപോലെ കിട്ടിയിരുന്നു എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അക്കാമയെ കണ്ടുടൻ തന്നെ മറിയാമ്മ ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ മഹിമയുടെ അടുത്തോട്ട് അക്കാമ വരികയാണ്. അപ്പോൾ അക്കാമ വരുന്ന കാഴ്ച ഇവരൊക്കെ ഇടിച്ച് പരുവമാക്കുന്നതായിരിക്കും. അങ്ങനെ അക്കാമ വന്ന് അവിടെ ഇടപെടുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കോൺസ്റ്റബിളൊക്കെ എത്തുന്നുണ്ട്. എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയം അക്കാമ പറയാണ്, ഇവളെ ട്രയൽ റൂമിൽ കൊണ്ടുപോയിട്ടേക്ക്, ഇവൾക്ക് കണക്കിന് കൊടുക്കുക. അത് കേട്ട ഉടനെ തന്നെ, നിങ്ങളെന്തിനാ അവർ പറയുന്നത് കേട്ട് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഗവൺമെൻറ് അല്ലേ ശമ്പളം തരുന്നത്, അവരിവിടുത്തെ ജയിൽ പുള്ളിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഇത് കേൾക്കുമ്പോൾ എന്താണ് ഇവിടെ ശരിക്കും ഈ അക്കാമയുടെ റോൾ എന്ന് മനസ്സിലാവാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ അക്കാമ അവിടുത്തെ ഒരു പോലീസുകാരി തന്നെ ആയിരിക്കട്ടെ, അതിനി അറിയാനിരിക്കുന്നേ ഉള്ളൂ.